ഇന്നലെയായിരുന്നു ഡോക്ടർ റോയിയുടെ അന്തിമ കർമ്മങ്ങളൊക്കെ നടന്ന ഒരു ദിനമെന്ന് പറയുന്നത്. ആ ദിനത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാർത്തകളിലൊക്കെ തന്നെ കണ്ട ഒരു കാര്യമാണ് അത്. ആ വാർത്തകൾ പലരും ടെലികാസ്റ്റ് ചെയ്ത ഒരു കാര്യം തന്നെ ആയിരുന്നു. പക്ഷേ നമുക്കറിയാം ഡോക്ടർ റോയ് ഇത്രയും വലിയൊരു ബിൽഡർ, അതോടൊപ്പം തന്നെ പലതരത്തിൽ പൈസകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അതും നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ സിനിമാ മേഖലയിലായാലും അതോടൊപ്പം തന്നെ മറ്റു പല ഇതിലൊക്കെ തന്നെ ആയാലും പൈസകൾ ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തി. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്ത് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ഷോ. ആ ഒരു ഷോയിൽ വിന്നർക്ക് പ്രൈസ് മണി നൽകുന്ന ആ വ്യക്തി സീസൺ 1 തൊട്ട് സീസൺ 7 വരെയും ഈ പറയുന്ന രീതിയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഡോക്ടർ റോയ് ആയിരുന്നു എന്ന കാര്യവും ഉറപ്പാണ്. പക്ഷേ ഇത്രയൊക്കെ തന്നെ ആയിട്ടും ഇദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഈ പറയുന്ന തരത്തിൽ ഇദ്ദേഹത്തെ കാണാനായിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ശരിക്കും ഞാനൊരു പോസ്റ്റ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്കാണ് എനിക്കും അത് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ആ പോസ്റ്റ് ആദ്യം ഒന്ന് വായി ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ്. ഇത് മലയാള സിനിമയുടെയും ബിഗ് ബോസ് താരങ്ങളുടെയും നന്ദികേട്. CG റോയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ താരങ്ങൾ ആരും എത്തിയില്ല. എത്തിയത് ആന്റണി പെരുമ്പാവൂരും മിഥുനും വേദലക്ഷ്മിയും മാത്രം. വേദലക്ഷ്മി നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിരുന്ന വ്യക്തി. മിഥുൻ നമുക്കറിയാം നടനാണ്, അവതാരകനാണ്. ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസറാണ്. സോ ഇവർ മാത്രമാണ് ഈ പറയുന്ന ഡോക്ടർ റോയ് കാണാനായിട്ട് അവിടെ എത്തിയത് എന്നുള്ള തരത്തിലാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ കാരണം ഇത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തി, അതോടൊപ്പം തന്നെ പല സിനിമകളും നിർമ്മിച്ചിട്ടുള്ള ഒരു വ്യക്തി, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയുടെ വിന്നർ പ്രൈസ് മണി കൊടുക്കുന്ന ഒരാൾ, എന്നിട്ടും ഇദ്ദേഹത്തെ കാണാനായിട്ട് സിനിമാ താരങ്ങൾ ആരും അവിടെ എത്തിയിട്ടില്ലായിരുന്നു. ആകെ എത്തിയത് ആന്റണി പെരുമ്പാവൂർ മാത്രമാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വിജയിച്ച വ്യക്തികൾക്ക് പ്രൈസ് മണി നൽകിയ ഇദ്ദേഹമാണ്. ഒരാൾ പോലും അവിടെ വന്നിട്ടില്ല. ആകെ എത്തിയത് വേദലക്ഷ്മി മാത്രം. ബിഗ് ബോസ് താരങ്ങൾ മറ്റാരും തന്നെ അവിടെ വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. നമുക്കറിയാം ഇദ്ദേഹം നാട്ടിലല്ല, ബാംഗ്ലൂരിലാണ് ഈ പറയുന്ന രീതിയിൽ അന്തിമ കാര്യങ്ങളും എല്ലാം തന്നെ നടന്നിട്ടുള്ളതെന്ന് പറയുന്നത്. എങ്കിൽ പോലും പോകേണ്ടവർക്ക് പോകാമായിരുന്നു, എത്തേണ്ടവർക്ക് എത്തിച്ചേരാമായിരുന്നു. അങ്ങനെ എത്തിച്ചേർന്നവരുണ്ട്, അതോടൊപ്പം തന്നെ എത്തിച്ചേരാത്തവർ ഒരുപാട് പേരുണ്ട്. ഈ ഒരു പോസ്റ്റിൽ തന്നെ അർത്ഥമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഡോക്ടർ റോയ് എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങളിലൊക്കെ തന്നെ പൈസ ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ഈ പറയുന്ന സിനിമകളിലായതിനെ വലിയ വലിയ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു തരത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല സിനിമകളും എടുത്തിട്ടുമുണ്ട്. എന്നിട്ട് പോലും ഇദ്ദേഹത്തെ അറിയാത്തവരായിട്ട് തന്നെ ആരുമില്ല മലയാളത്തിൽ. വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, കാര്യങ്ങൾ, എന്നിട്ട് പോലും ആരും വന്നില്ല എന്നുള്ള ആ ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ ബിഗ് ബോസിലെ തന്നെ വേദലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ. വേറെ ആരും തന്നെ, അതായത് ബിഗ് ബോസിലെ വിന്നേഴ്സ് ആയിട്ടുള്ള 1 തൊട്ട് സീസൺ 7 വരെയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആയിരുന്നു ഈ പറയുന്ന തരത്തിൽ പ്രൈസ് മണി സ്പോൺസർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പോലും അതിൽ ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയും അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് അർത്ഥമുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനായിട്ട് എന്തുകൊണ്ട് ഇവരാരും എത്തിയില്ല? അതൊരു നന്ദികേട് എന്ന് പറയുന്നതിൽ തെറ്റില്ല, ഈ പോസ്റ്റിൽ പറയുന്ന കണക്ക് തന്നെ. ഇനി എന്തൊക്കെ തന്നെ ആയാലും ഡോക്ടർ റോയുടെ ഈ ഒരു മരണത്തോടു കൂടി തന്നെ പല രീതിയിലുള്ള നഷ്ടങ്ങൾ പലതരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കായാൽ പോലും 1 തൊട്ട് സീസൺ 7 വരെ നോക്കുമ്പോഴത്തേക്കും പ്രൈസ് മണി സ്പോൺസർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിനായാൽ പോലും ഒരു 8ന്റെ പണിയാണ് ഈ ഒരു കാര്യത്തിലൂടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഡോക്ടർ റോയുടെ ആത്മഹത്യാ കുറിപ്പൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതിൽ തന്നെ പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുന്നുണ്ട്. 9 പേജുകളാണ് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പല നഷ്ടങ്ങളും തനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പുറത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ പല നഷ്ടങ്ങളും തനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിച്ച് ചെയ്ത ഒരു തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ല ഈ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത്. മുൻകൂട്ടി എടുത്ത തീരുമാനം തന്നെ ആയിരുന്നു എന്നൊക്കെയുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം ഇദ്ദേഹം ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തരത്തിലോട്ടൊക്കെ തന്നെ ഈ പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ തന്നെ ചിലർക്കൊക്കെ തന്നെ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന തരത്തിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം കൂടി കേൾക്കുന്നതായിട്ട് ഇപ്പോൾ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ചുരുളഴിയാത്ത കുറേയധികം കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അറിയേണ്ടത് അനിവാര്യമാണ്. കാരണം ഇത്ര വലിയൊരു കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി, അത്രത്തോളം അത്യാധുനികമായിട്ടുള്ള ആഡംബരത്തോടു കൂടി ജീവിച്ച ഒരു വ്യക്തി, പലതരത്തിൽ പിടിപാടുകളുള്ള വ്യക്തി, പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത വ്യക്തി. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു റീസൺ എന്താണ് എന്നുള്ളത് അറിയേണ്ടത് 100% അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി എന്തൊക്കെ തന്നെയാണ്, ഇനി ഇതിന് പിന്നിൽ എന്താണ് യഥാർത്ഥ കാരണം? പ്രതിസന്ധി ഘട്ടത്തെ നേരിടാനായിട്ട് ആ ഒരു തരത്തിലുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന മാതിരി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്.
ഇത്രയും വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തിയിട്ട് ഒരു ഭീരുവായി മരിക്കാനായിരുന്നോ ഇദ്ദേഹത്തിന്റെ വിധി എന്നുള്ള ഒരു ചോദ്യം പോലും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സത്യങ്ങൾ പുറത്തു വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ഇത്രയധികം സ്വാധീനങ്ങളും അതോടൊപ്പം തന്നെ ഇത്രയധികം ബന്ധങ്ങളും ഉണ്ടായിട്ട് പോലും ഇദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ ഒന്ന് കാണാനായിട്ട് ഈ പറയുന്ന തരത്തിൽ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ഓരോ കാര്യങ്ങളിലായാലും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് സഹായങ്ങൾ ലഭിച്ച ആൾക്കാരിലേക്കായാലും ഇദ്ദേഹം പൈസകൾ നൽകിയ ആൾക്കാരിലായാലും അതിൽ പലരും ഇദ്ദേഹത്തെ കാണാനായിട്ട് എത്തിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കാണുന്നു. ബിഗ് ബോസിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിലെ ആരും തന്നെ ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നിട്ടില്ല. വേദലക്ഷ്മി ഒഴിച്ച് മറ്റാരും തന്നെ ഇദ്ദേഹത്തെ കാണാനായിട്ട് ഇപ്പോൾ വിജയിച്ച ആൾക്കാർ പോലും എത്തിയിട്ടില്ല എന്നുള്ള തരത്തിൽ. സിനിമയിലായാൽ പോലും പല സിനിമകൾ, വലിയ സിനിമകളാണ് ഇദ്ദേഹം എടുത്തതെന്ന് പറയുന്നത്. അതിൽ പ്രൊഡ്യൂസറായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ ഒഴിച്ച് മറ്റാരും തന്നെ ഇദ്ദേഹത്തെ കാണാനായിട്ട് എത്തിയിട്ടില്ല. എന്തായാലും പോയവർ പോയി, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അറിയേണ്ടത്, അല്ലെങ്കിൽ അത് പുറത്തു വരേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെ. പ്രത്യേകിച്ച് ആത്മഹത്യാ കുറിപ്പൊക്കെ തന്നെയും ഇപ്പോൾ പുറത്തു വന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രതീക്ഷ കണക്കല്ല ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് പുറത്തു വരുമ്പോഴത്തേക്കും യഥാർത്ഥ റീസൺ എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് തുനിഞ്ഞത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് അധികം വൈകാതെ തന്നെ വേണ്ടപ്പെട്ട അധികാരികൾ അത് കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു.